ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എസ് ലോഗോസ് ക്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അദ്ധ്യായം 17 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ലൂക്കായുടെ സുവിശേഷം 17 അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 35 വാക്യങ്ങൾ. 2. 17 അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? അവ ഏതെല്ലാം? ഉത്തരം 3 ശീർഷകങ്ങൾ. 1. ശിഷ്യർക്ക് ഉപദേശങ്ങൾ. 2. 10 കുഷ്ഠരോഗികൾ. 3. മനുഷ്യപുത്രൻ്റെ ആഗമനം. മൂന്നാമത്തെ ചോദ്യം, ലൂക്ക 17 അധ്യായത്തിലെ ആദ്യ ശീർഷകം ഏതാണ്? ഉത്തരം ശിഷ്യർക്ക് ഉപദേശങ്ങൾ. 4. ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം. ലൂക്ക 17:1 പ്രകാരം ഇത് ആരോട് പറഞ്ഞതാണ്? ഉത്തരം യേശു ശിഷ്യരോട് പറഞ്ഞത്. 5. ലൂക്ക 17:1 പ്രകാരം ആർക്ക് ദുരിതം എന്നാണ് യേശു പറയുന്നത്? ഉത്തരം ആര് മൂലം ദുഷ്പ്രേരണ ഉണ്ടാകുന്നുവോ അവന് ദുരിതം. 6. ചോദ്യം, ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് എന്താണെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നത്. 7. നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കുവാനാണ് 17:3 യേശു ശിഷ്യരോട് പറയുന്നത്? ഉത്തരം നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. 8. നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ അവനെ എന്ത് ചെയ്യുവാനാണ് യേശു പറയുന്നത്? ഉത്തരം അവനെ ശാസിക്കുക. 9. സഹോദരൻ പശ്ചാത്തപിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം അവനോട് ക്ഷമിക്കുക. 10. ചോദ്യം, ദിവസത്തിൽ 7 പ്രാവശ്യം നിനക്കെതിരെ പാപം ചെയ്ത സഹോദരനോട് എപ്പോൾ ക്ഷമിക്കണമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം 7 പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറഞ്ഞാൽ. 11. കർത്താവിനോട് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം അപ്പസ്തോലന്മാർ. 12. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് അപ്പസ്തോലന്മാർ ആരോടാണ് പറഞ്ഞത്? ഉത്തരം കർത്താവിനോട്. 13. നിങ്ങൾക്ക് ഒരു ഡാഷ് വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. ഉത്തരം കടുകുമണിയോളം. നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും എന്ന്. 17:6. 14. നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് എന്തു പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്? ഉത്തരം ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ. 15. ഒരു ഭൃത്യൻ എന്ത് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ എന്നാണ് ലൂക്ക 17:7 പറയുന്നത്? ഉത്തരം ഉഴുകുകയോ ആടുമേയിക്കുകയോ ചെയ്തിട്ട്. 16. ഒരു ഭൃത്യൻ
ഉഴുകുകയോ ആടുമേയിക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നിങ്ങൾ എന്തു പറയുമോ എന്നാണ് ലൂക്ക 17:7 പറയുന്നത്. ഉത്തരം ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന്. 17 വയലിൽ നിന്നും തിരിച്ചു വരുന്ന ഭൃത്യനോട് നിങ്ങൾ എന്താണ് പറയുകയെന്നാണ് 17:8 പറയുന്നത്. ഉത്തരം എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക, ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക. അതിനുശേഷം നിനക്ക് തിന്നുകയും കഴിക്കുകയും ചെയ്യാം എന്ന്. 18 ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക എന്ന് പറയുന്നത് ആരോടാണ്? ഉത്തരം വയലിൽ നിന്നും വരുന്ന ഭൃത്യനോട്. 19 ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ എങ്ങനെ തന്നെ പരിചരിക്കാനാണ് ഭൃത്യനോട് ആവശ്യപ്പെടുന്നത്? ഉത്തരം അരമുറുക്കി. 20 യജമാനനെ പരിചരിച്ചതിന് ശേഷം ഭൃത്യന് എന്ത് ചെയ്യാമെന്നാണ് 17:8 പറയുന്നത്? ഉത്തരം തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്ന്. 21 എന്ത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ എന്നാണ് 17:9 ചോദിക്കുന്നത്. ഉത്തരം കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട്. 22 കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ? ഇത് ആരോട് ചോദിച്ചതാണ്? ഉത്തരം യേശു അപ്പസ്തോലന്മാരോട് ചോദിച്ചത്. 23 കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം എന്തു പറയുവിൻ എന്നാണ് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത്? ഉത്തരം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന്. 24 കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ എന്ത് നിർവഹിച്ചതേയുള്ളൂ എന്നാണ് പറയേണ്ടത്? ഉത്തരം കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന്. 25 17-ാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം ഏതാണ്? ഉത്തരം 10 കുഷ്ഠരോഗികൾ. 26 എവിടേക്കുള്ള യാത്രയിലാണ് യേശു സമരിയയ്ക്കും ഗലീലിക്കും മധ്യേ കടന്നുപോയത്? ഉത്തരം ജെറുസലേമിലേക്കുള്ള യാത്രയിൽ. 27 യേശു ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അവനെ അകലെ നിന്നും കണ്ടത് ആരാണ്? ഉത്തരം 10 കുഷ്ഠരോഗികൾ. 28 യേശുവിനെ കണ്ട കുഷ്ഠരോഗികൾ അവിടുത്തോട് എന്താണ് അപേക്ഷിച്ചത്? ഉത്തരം യേശുവേ ഗുരു ഞങ്ങളിൽ കനിയണമേ എന്ന്. 29 യേശുവേ ഗുരു ഞങ്ങളിൽ കനിയണമേ എന്ന് 10 കുഷ്ഠരോഗികൾ എപ്രകാരമാണ് അപേക്ഷിച്ചത്? ഉത്തരം സ്വരമുയർത്തി. 30 കുഷ്ഠരോഗികളെ കണ്ടപ്പോൾ യേശു അവരോട് എന്താണ് പറഞ്ഞത്? ഉത്തരം പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ എന്ന്. 31 കുഷ്ഠരോഗികൾ എപ്പോഴാണ് സുഖം പ്രാപിച്ചത്? ഉത്തരം പുരോഹിതനെ കാണാൻ പോകും വഴി. 32 ലൂക്ക 17:14 സമാനമായ വിശുദ്ധ വചനഭാഗം ഏതാണ്? ഉത്തരം ലേവ്യർ 14-ാം അധ്യായം 2 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. 33 രോഗമുക്തനായവൻ തിരിച്ചു വന്നത് എങ്ങനെയാണ്? ഉത്തരം ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്. 34 രോഗമുക്തനായി
തിരിച്ചു വന്നയാൾ യേശുവിനോട് നന്ദി പറഞ്ഞത് എപ്രകാരമാണ്? ഉത്തരം: യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച്. 35. തിരിച്ചു വന്ന് നന്ദി പറഞ്ഞ കുഷ്ഠരോഗി ഏത് നാട്ടുകാരനായിരുന്നു? ഉത്തരം: സമരിയാക്കാരൻ. 36. സുഖപ്പെട്ട് നന്ദി പറയാൻ വന്നവനെ യേശു വിശേഷിപ്പിച്ചത് എപ്രകാരമാണ്? ഉത്തരം: ഈ വിജാതീയൻ. 37. എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഉത്തരം: പ്രണമിച്ച് നന്ദി പറഞ്ഞ വിജാതീയനോട്. 38. എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞതിന് ശേഷം തുടർന്ന് യേശു എന്താണ് പറഞ്ഞത്? ഉത്തരം: നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. 39. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിലെ 3-ാമത്തെ ശീർഷകം ഏത്? ഉത്തരം: മനുഷ്യപുത്രൻ്റെ ആഗമനം. 40. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നതെന്ന് യേശുവിനോട് ചോദിച്ചത് ആരാണ്? ഉത്തരം: ഫരിസേയർ. 41. ദൈവരാജ്യം വരുന്നത് എപ്രകാരമല്ല എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടെയല്ല. 42. ദൈവരാജ്യം ഇതാ അവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയില്ല. കാരണം എന്താണ്? ഉത്തരം: ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉള്ളതുകൊണ്ട്. 43. മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നത് ആരാണ്? ഉത്തരം: ശിഷ്യർ. 44. കാണാൻ ആഗ്രഹിച്ചാലും ശിഷ്യർ കാണുകയില്ലാത്തത് എന്ത്? ഉത്തരം: മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിൽ ഒന്ന്. 45. അതാ അവിടെ ഇതാ ഇവിടെ എന്ന് അവർ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? 17-23. ഉത്തരം: മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിൽ ഒന്നിനെ. 46. അതാ അവിടെ ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് പറയും, നിങ്ങൾ പോകരുത്. അവരെ നിങ്ങൾ ഡാഷും അരുത്. 17-23 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: അനുഗമിക്കുകയും. അതാ അവിടെ ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് പറയും, നിങ്ങൾ പോകരുത്. അവരെ നിങ്ങൾ അനുഗമിക്കുകയും അരുത്. 47. തൻ്റെ ദിവസത്തിൽ മനുഷ്യപുത്രൻ എപ്രകാരമായിരിക്കും? ഉത്തരം: ആകാശത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെ ആയിരിക്കും. 48. ലൂക്ക 17:24 യേശു തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത് എപ്രകാരമാണ്? ഉത്തരം: മനുഷ്യപുത്രൻ. 49. ആരാൽ ഉപേക്ഷിക്കപ്പെടുന്നതിന് മുമ്പാണ് മനുഷ്യപുത്രൻ വളരെ കഷ്ടതകൾ അനുഭവിക്കേണ്ടത്? ഉത്തരം: ഈ തലമുറയാൽ. 50. ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് മനുഷ്യപുത്രൻ എന്താണ് അനുഭവിക്കേണ്ടത്? ഉത്തരം: വളരെ കഷ്ടതകൾ. 51. ആരുടെ ദിവസങ്ങളിൽ സംഭവിച്ചതുപോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും സംഭവിക്കുന്നത്? 17-26. ഉത്തരം: നോഹയുടെ ദിവസങ്ങളിൽ. 52. ലൂക്കായുടെ സുവിശേഷം 17:27 അനുസരിച്ച് പെട്ടകത്തിൽ പ്രവേശിച്ചത് ആരാണ്? ഉത്തരം: നോഹ. 53. 17:27 പ്രകാരം സകലതും നശിപ്പിച്ചത് എന്താണ്? ഉത്തരം: ജലപ്രളയം. 54. ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുന്നതുവരെ അവർ എന്താണ് ചെയ്തിരുന്നത്? 17:27. ഉത്തരം: തിന്നും കുടിച്ചും വിവാഹം ചെയ്തും
ചെയ്തു കൊടുത്തു. 55 അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നത് ആരുടെ നാളുകളിലാണ്? 17-28. ഉത്തരം ലോത്തിന്റെ നാളുകളിൽ. 56 സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് സോദോം നിവാസികൾ നശിപ്പിക്കപ്പെട്ടത് എന്നാണ്? ഉത്തരം ലോത്ത് സോദോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം. 57 ലോത്ത് സോദോമിൽ നിന്നും ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്നും എന്തു പെയ്താണ് സോദോം നിവാസികൾ നശിപ്പിക്കപ്പെട്ടത്? ഉത്തരം തീയും ഗന്ധകവും പെയ്ത്. 58 പൂരിപ്പിക്കാനുള്ളതാണ്. ഇപ്രകാരം തന്നെ ആയിരിക്കും ഡാഷ് വെളിപ്പെടുന്ന ദിവസത്തിലും. 17-30 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം മനുഷ്യപുത്രൻ. ഇപ്രകാരം തന്നെ ആയിരിക്കും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിലും. 59 ആ ദിവസം പുരമുകളിലായിരിക്കുന്നവൻ എന്തെടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുതെന്നാണ് 17-31 പറയുന്നത്? ഉത്തരം വീട്ടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കുന്നതിന്. 60 ഏത് ദിവസമാണ് പുരമുകളിലായിരിക്കുന്നവൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത് എന്ന് പറയുന്നത്? ഉത്തരം മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം. 61 17-31 പ്രകാരം ആരോടാണ് പിന്നിലുള്ളവയിലേക്ക് തിരിയരുത് എന്ന് പറയുന്നത്? ഉത്തരം വയലിൽ ആയിരിക്കുന്നവരോട്. 62 വയലിൽ ആയിരിക്കുന്നവൻ ഓർമ്മിക്കേണ്ടത് എന്താണ്? ഉത്തരം ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത്. 63 17-33 പ്രകാരം തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവന് എന്താണ് സംഭവിക്കുന്നത്? ഉത്തരം അത് നഷ്ടപ്പെടുത്തും. 64 തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവന് സംഭവിക്കുന്നത് എന്ത്? ഉത്തരം അത് നിലനിർത്തും. 65 അന്ന് രാത്രി ഒരു കട്ടിലിൽ എത്ര പേർ ഉണ്ടായിരിക്കുമെന്നാണ് 17-34 പറയുന്നത്? ഉത്തരം 2 പേർ. 66 കട്ടിലിൽ ഉണ്ടായിരുന്നവരിൽ ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. എപ്പോൾ? ഉത്തരം മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം. 67 17-35 പ്രകാരം എത്ര സ്ത്രീകളാണ് ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരുന്നത്? ഉത്തരം 2 സ്ത്രീകൾ. 68 ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്? ഉത്തരം ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. 69 17-35 പ്രകാരം കർത്താവെ എവിടേക്ക് എന്ന് ചോദിച്ചത് ആരാണ്? ഉത്തരം ശിഷ്യന്മാർ. 70 ശവം എവിടെയോ അവിടെ എന്ത് വന്നുകൂടും എന്നാണ് 17-35 പറയുന്നത്? ഉത്തരം കഴുകന്മാർ. ഇത്രയും ചോദ്യങ്ങളാണ് ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്നും തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ലവണ്ണം പഠിക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.